ആകമൊത്തം അവ്യക്തതയും അനിശ്ചിതത്വവുമാണല്ലോ ഉള്ളത്. SIT ഇരുട്ടിൽ തപ്പുകയാണോ? നോക്കൂ, ഈ ശാസ്ത്രീയ പരിശോധന ഫലം ലഭിക്കാൻ മാസങ്ങളെടുക്കും. അപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകും. അതോടെ റിമാൻഡിലുള്ള ശേഷിക്കുന്ന പ്രതികളും ജയിലിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് തെളിവുകൾ നശിപ്പിക്കാൻ സാധിക്കും. കാരണം ഇവരൊക്കെ പ്രബലരാണ്. മാത്രമല്ല, ഈ ഒരു സ്വർണ്ണ കവർച്ചയ്ക്ക് അന്താരാഷ്ട്ര മാനങ്ങളുമുണ്ട്. അതും ഹൈക്കോടതി ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ആ തലത്തിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല. നേരത്തെ ഷാജഹാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ FIR ഇട്ടതിൽ അന്വേഷണം നടക്കുന്നില്ല. FIRന് പുറത്തുള്ളതിൽ അന്വേഷിക്കാൻ പറയുന്നു. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്തുള്ള ഈ കൊടിമരം പുനഃപ്രതിഷ്ഠ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസിനോട് പറയുന്നു. അതേസമയം ഏറ്റവും റീസെൻ്റായിട്ട് 2024 PS പ്രശാന്ത് 25 സെപ്റ്റംബർ PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്തുള്ള ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ പറയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത് ശ്രീ ജയചന്ദ്രൻ? ശ്രീ അനന്തർ, ഇപ്പോ ഈ കേസിന്റെ ഗതിവിഗതികളെ കുറിച്ചോ ഇന്നടക്കം ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടുള്ള ഇടക്കാല ഉത്തരവുകൾ, ശ്രീ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ 11 12 ഇടക്കാല ഉത്തരവുകളൊന്നും വന്നിട്ടില്ല. ഇന്നത്തെ അടക്കം 6ാമത്തെ ഇടക്കാല ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ളത്. അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്, താങ്കളുടെ കയ്യിലും ഉണ്ടാവും. എല്ലാവരുടെയും ലഭ്യമാകുന്ന സാധനമല്ല, രഹസ്യമൊന്നും അല്ല. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ അല്ല ഇവിടെ ഇരിക്കുന്നത്, നിശ്ചയമായും. കാരണം അത് ഹൈക്കോടതിയുടെ പ്രൊസീഡിങ്സ് ആണ്, ഡിവിഷൻ ബെഞ്ചിന്റെ പ്രൊസീഡിങ്സ് ആണ്, SITയുടെ ആണ് കാര്യങ്ങൾ. പക്ഷെ ഇന്ന് നമുക്ക് തന്നിട്ടുള്ള, ഇപ്പോൾ താങ്കളുടെയും എൻ്റെയിലും ഒക്കെ ഇരിക്കുന്ന ഇന്നത്തെ ഇടക്കാല ഉത്തരവിന്റെ പേജ് 3 പിന്നെ D അതിൽ പറയുകയാണ്, ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ SIT പ്രപ്പോസസ് ടു അണ്ടർടേക്ക് സ്പെഷ്യലൈസ്ഡ് സയന്റിഫിക് എക്സാമിനേഷൻസ് ഇൻക്ലൂഡിങ്, എന്നിട്ടാണ് പറയുന്നത് XRF, ICP-MS, പിന്നെ OES, ഈ 3 ടെസ്റ്റുകൾ പിന്നെ SIT നിർദ്ദേശിച്ചതായി പറയുന്നത്. അത് എന്നിട്ട് പിന്നെ കോടതി തന്നെ പറയുകയാണ്, ദി അഡ്വാൻസ്ഡ് അനലിറ്റിക്കൽ ഫെസിലിറ്റീസ് റിക്വയർഡ് ടു ദീസ് എക്സാമിനേഷൻസ് ആർ നോട്ട് അവൈലബിൾ ഇൻ ദ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, നൺ ഓഫ് ദ ഫോറൻസിക് ലാബ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഷാജഹാൻ പറയുന്നത്? SIT ക്ലിയർ ആയിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹൈക്കോടതിയാണെന്ന് വളഞ്ഞു കുത്തു നിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ SIT പ്രപ്പോസ് ചെയ്തിട്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നതെന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ലല്ല, അത് താങ്കൾ പിന്നീട് നോക്കിയാൽ മതി. ഈ നമുക്ക് പിന്നെ കിട്ടുമല്ലോ, ഇതിനകത്ത് പിന്നെ ആർക്കും നോക്കാൻ പറ്റുമല്ലോ. കോടതിയാണ് തെറ്റ്, SIT ശരിയെന്ന് തന്നെയാണ് താങ്കളുടെ. SIT 100% തെറ്റാണ്. SIT ശരി, കോടതി തെറ്റെന്നല്ല. SITയുടെ തെറ്റുകൾ കോടതി അംഗീകരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്കളുടെ ഉദ്ദേശം ഇങ്ങനെയായിരിക്കാം, പക്ഷെ പറഞ്ഞത് അങ്ങനെയാണെന്നുള്ളത് അല്ല ശ്രീ ജയേന്ദ്രൻ, ഈ VSSCയിൽ പരിശോധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അതായത് ഈ സാമ്പിളുകൾ, അതിൻ്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം VSSC അല്ല റൈറ്റ് പ്ലേസ് എന്ന് അന്വേഷണ സംഘത്തിന് അറിയാമെങ്കിൽ എന്തിനാ വെറുതെ ഇത്രയും സമയം ചെലവഴിച്ചത്? വേസ്റ്റായില്ലേ ഇത്രയും സമയം? ഇനി വീണ്ടും പോകുന്നു, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ പോകുന്നു, ജാംഷഡ്പൂരിലേക്ക് പോകുന്നു, അതുപോലെ ഹൈദരാബാദിലേക്ക് പോകുന്നു. ഇറ്റ് ടേക്സ് ടൈം. അല്ല, അത് നമുക്കങ്ങനെ പറയാൻ കഴിയും അനിൽ നമ്പ്യാർ. എന്താണെന്ന് അറിയാമോ, കഴിഞ്ഞ ദിവസം ഒരു ചർച്ച പങ്കെടുത്തപ്പോൾ ഒരു സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിന് പേര് പറയുന്നില്ല, BJPയിലെ ഒരു സുഹൃത്താണ്, യുവ നേതാവാണ്. അദ്ദേഹം പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് ഈ റിസൾട്ട് കിട്ടാവുന്നേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാമത്രേ. 1 മണിക്കൂർ മതി. ഇങ്ങനെയൊക്കെ പറയുന്ന ലോകത്ത് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇത് ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലം കിട്ടാൻ 1 മണിക്കൂർ മതിയെന്ന് അദ്ദേഹത്തിന് അറിയാം എന്ന് ഖണ്ഡിതമായി നിലപാട് സ്വീകരിക്കുന്ന ഒരാളോട് നമുക്കൊല്ലം മറുത്ത് പറഞ്ഞ് അതിന്റെ മുകളിലേക്ക് പറയാൻ പറ്റുമല്ലോ. അതൊരു നിലപാടായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് കൊണ്ടു നടക്കാം. SIT എന്ന് പറയുന്നത് ആരുടെയെങ്കിലും താല്പര്യത്തിന് തുള്ളുന്നതോ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്ന് പറയുന്ന ആരുടെയെങ്കിലും താല്പര്യം സംരക്ഷിക്കാനിരിക്കുന്നതോ അല്ല എന്നുള്ളത് ഇതുവരെയുള്ള നടപടിക്രമങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നാണ് എന്റെ പക്ഷം. ഞാൻ അങ്ങനെയാണ് ധരിക്കുന്നത്. ഖണ്ഡിതമായി പറയാൻ പറ്റുമോ? അങ്ങനെ ഖണ്ഡിതമായി പറയാൻ പറ്റുമോ താങ്കൾക്ക്? ആരുടെയും അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അങ്ങനെ പറയാൻ പറ്റുമോ?
ഒരു എങ്ങനെയാണ് അവരുടെ ഇന്റഗ്രിറ്റിയെ കുറിച്ചാണ് താങ്കൾക്ക് അവിശ്വാസമെങ്കിൽ അത് പറയണം. തുടക്കം മുതൽ എനിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ തുടക്കം മുതൽ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആദ്യ ചർച്ചയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ 2 അംഗങ്ങൾ ഈ ക്രമക്കേട് നടന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസിൽ ഉണ്ടായിരുന്ന 2 പേരാണ്. അവർ കൂടി ഉത്തരവാദികളല്ലേ? ഈ ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്ന 2 അംഗങ്ങളെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലും ഉൾപ്പെടുത്തിയതിൽ അന്ന് അത് ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ പോകുന്നു എന്ന്. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും സംശയിച്ചാൽ അല്ലാന്ന് പറയാൻ ഉദ്യോഗസ്ഥരെ പറ്റി താങ്കൾ ആരോപിച്ചോളൂ. അതൊക്കെ താങ്കളുടെ യഥേഷ്ടമാത്രം സ്വാതന്ത്ര്യങ്ങളൊക്കെ വിനിയോഗിക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദേവസ്വം SI-മാരുടെ പേര് പോലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇങ്ങനെയായിരിക്കണം. സാധാരണ ആരെയൊക്കെ മെമ്പർമാരാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ വെങ്കടേഷാണ്. പക്ഷെ കോടതി ഡയറക്ഷൻ കൊടുക്കുകയാണ് ഇവരൊക്കെ അതിലുണ്ടാവണമെന്ന്. എവിടെയോ കിടക്കുന്ന SI-മാർ പോലും. ആ ലിസ്റ്റ് ആരാ കൊടുത്തത്? അത് ആഭ്യന്തര വകുപ്പല്ലാതെ ഈ ബെഞ്ചിലിരിക്കുന്ന 2 ജഡ്ജിമാർക്ക് അറിയുമോ? ഈ ഏതോ തൃശ്ശൂരിലെ ഏതോ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന SI അവരൊക്കെ ഇതിൽ അംഗങ്ങളാകണം എന്ന് ആഭ്യന്തര വകുപ്പ് കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലേ, അല്ലെ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അവരെ നിയോഗിക്കുന്നത്? അപ്പോൾ ആ അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും ഇവർക്ക് കൊടുക്കണമായിരുന്നില്ലേ? അല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പോ ഇത് സംഭവിക്കുന്ന എന്താണ്? ഈ SIT നിശ്ചയിച്ചത് ഹൈക്കോടതിയാണ്, ഡിവിഷൻ ബെഞ്ചാണ്. സ്വാഭാവികമായി അവരെന്താണ് ചെയ്യുക? അത് ഗവൺമെന്റിനോട് ചോദിക്കും. നിങ്ങളുടെ പാനൽ ഓഫ് ഓഫീസേഴ്സിന് ലിസ്റ്റ് തരാൻ പറയും. ആ പാനൽ ഓഫ് ഓഫീസേഴ്സിന് ലിസ്റ്റാണ് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തത്. യെസ്, അവിടെയാണ് ഞാൻ പറയുന്ന ഈ താല്പര്യം. ജയചന്ദ്രൻ, താങ്കൾക്ക് മനസ്സിലായി കാണും. അവിടെയാണ് സർക്കാരിന് താല്പര്യമുള്ളവരെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവസ്വം വിജിലൻസിലെ രണ്ട് ഉദ്യോഗസ്ഥരും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ വന്നത്. അതുകൊണ്ടാണ്. കാരണം ഈ ക്രമക്കേടുകളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് അവർ. അവരെന്തിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തിയത്? ഇവിടെ എന്താ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കിട്ടാനില്ലേ കേരളത്തില്? അല്ല, താങ്കൾ ഇപ്പോ ഉദ്ദേശിക്കുന്ന എന്താണ്? എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇവര് ഹൈക്കോടതി ജഡ്ജിയും SIT ഓഫീസേഴ്സും സത്യസന്ധരല്ല, അവർക്ക് ബയാസ്ഡ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പിന്നെ എനിക്ക് അതിന്മേലൊന്നും പറയാനില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് ചില പിശകുകൾ സംഭവിച്ചിട്ടുണ്ട്, ചില പകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. എന്തിനാണ് ഈ 2 ദേവസ്വത്തിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെ, അതും ക്രമക്കേട് നടന്ന കാലയളവിൽ ഉണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ എന്തിനു ഉൾപ്പെടുത്തി? ഈ 2 ദേവസ്വം ഉദ്യോഗസ്ഥരും അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ സ്വർണം കടത്തിക്കൊണ്ടുപോയത്? അല്ലാന്ന് പറയാൻ പറ്റുമോ താങ്കൾക്ക്? ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ. താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു, അത് മറുപടി പറയാനുള്ള ഒരഭിപ്രായം അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ നിലപാട് എനിക്കുണ്ട്. ഞാൻ ആ അഭിപ്രായം മറുപടി പറയട്ടെ, എന്റെ നിലപാട് പറയട്ടെ. അതല്ല ഞാൻ ചെയ്യേണ്ടത്. താങ്കളുടെ അഭിപ്രായവും പറയുക. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഞാൻ തുടക്കത്തിലെ പറഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയുടെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചിനെയോ ഡിവിഷൻ ബെഞ്ചിനെയോ അവരാൽ നിയമിക്കപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന SITയുടെ ഉദ്യോഗസ്ഥന്മാരെയോ ചോദ്യം ചെയ്യാനല്ല ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള ഇതുവരെയുള്ള രേഖാമൂലമുള്ള ഇടക്കാല ഉത്തരവുകൾ, അതിന്റെ മാത്രം വെളിച്ചത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റൊരു താല്പര്യങ്ങളും എന്നെ സംബന്ധിച്ചോളം ഇല്ല. മറ്റൊരു താല്പര്യങ്ങളും എന്നെ സംബന്ധിച്ചോളം ഇതെന്നല്ല. ഈ ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് ശബരിമല കേസുമായി പങ്കെടുക്കുന്ന ഏത് ചാനലിലെ ചർച്ചയിലും എനിക്ക് മറ്റു താല്പര്യമില്ല. എനിക്ക് ഈ മുമ്പിലുള്ള ഇടക്കാല ഉത്തരവുകൾ ഇപ്പൊ ഇന്നടക്കം വന്ന 6ാമത്തെ ഇടക്കാല ഉത്തരവ് അടക്കമാണ് ഞാൻ കാണുന്നതും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മനസ്സിലാക്കുന്നതും.